നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, ബ്രസീൽ ടീം വേൾഡ് കപ്പിനായിട്ട് എത്തിയിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ബ്രസീൽ ടീം ലാൻഡ് ചെയ്തിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂ ജേഴ്സിയിൽ ബ്രസീൽ ടീം എത്തുന്നു. അവിടെയാണ് അവരുടെ വേൾഡ് കപ്പ് പ്രിപ്പറേഷൻ ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരം ജൂൺ 6 ഈജിപ്തിനെതിരെ ബ്രസീൽ സന്നാഹ മത്സരം കളിക്കുകയാണ്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ഉടനെ കാർലോ അഞ്ചലോട്ടിയോട് ചില ചോദ്യങ്ങൾ. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, ടീം വളരെയധികം ഹാപ്പിയാണ്, മോട്ടിവേറ്റഡ് ആണ്, കണ്ടൻ്റ് ആണ്, എക്സൈറ്റഡ് ടു ഡു മൈ ബെസ്റ്റ് എന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നു. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആണ്, ഏറ്റവും മികച്ചത് ടീമിനായിട്ട് കൊടുക്കാൻ. പിന്നെ ബ്രസീൽ ഇനി വെറുതെ നിൽക്കുന്ന പരിപാടിയില്ല. ഇന്ന് തന്നെ ടുഡേ വി വർക്ക്. അതിനുശേഷം ഞങ്ങൾക്ക് 3 ദിവസം കൂടി ഈജിപ്തിനെതിരെ കളിക്കാനുള്ള പ്രിപ്പറേഷൻ നടത്താൻ പറ്റും. ചില ടെസ്റ്റുകൾ ഞങ്ങൾക്ക് നടത്താനുണ്ട്. അപ്പോൾ ദെൻ പ്രിപ്പയർ ഫോർ ദി ഫസ്റ്റ് ഗെയിം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈജിപ്തിനെതിരെയുള്ള കളി കളിച്ച് ആ കളിയിൽ ചില ടെസ്റ്റുകളൊക്കെ നടത്തും, ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും. അതിനുശേഷം ആദ്യ മത്സരം മൊറോക്കോക്കെതിരെയാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും എന്നുകൂടി അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വേൾഡ് കപ്പിൽ ഫേവറേറ്റുകളില്ല. നമുക്കറിയാം, ഇപ്പോൾ സ്പെയിനാണ് ഫേവറേറ്റ്സ്, ഫ്രാൻസാണ് ഫേവറേറ്റ്സ്, അർജന്റീനയാണ് ഫേവറേറ്റ്സ്, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ആഞ്ചലോട്ടി അങ്ങനെയല്ല പറയുന്നത്. ആഞ്ചലോട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഈ വേൾഡ് കപ്പിൽ ഫേവറേറ്റുകളില്ല. നല്ല ടീമുകളുണ്ട്, സ്ട്രോങ് ടീമുകളുണ്ട്. ബ്രസീലാവട്ടെ എല്ലാവരോടും കോമ്പീറ്റ് ചെയ്യാൻ റെഡി ആയിട്ടാണ്, എല്ലാവരോടും പോരാടാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കാർലോ അഞ്ചലോട്ടിയുടെ ടീം ഇപ്പോൾ US ലാൻഡ് ചെയ്തിരിക്കുന്ന. ഹെക്സ വരും, മാറാം, കിരീടം വരും എന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.